മഴ മഞ്ഞ് തേയിലത്തോട്ടം കോമ്പിനേഷനൊക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തത്. അപ്പം നമ്മളൊരു ട്രിപ്പ് പോവുകയാണ്. എങ്ങോട്ടാ പോകുന്നതൊന്നും പ്ലാനിങ്ങിലില്ല. ഇപ്പം തൊടുപുഴ റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെ ചെന്ന് നിൽക്കുന്നോ അവിടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക, അത്രേ ഉള്ളൂ. എങ്ങോട്ടാണെന്നൊന്നും ഒരു പ്ലാനിങ്ങും ഇല്ലാതെ പോവുകയാണ്. അപ്പം നമുക്ക് വഴിയേ കാണാം. ശരിക്കും ഈ വീഡിയോയിൽ എന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒരു ഡ്രൈവ് അത്രേ ഉള്ളൂ. മഴയും മഞ്ഞും എല്ലാം ഒന്നിച്ച് ആസ്വദിക്കാനായിട്ട് ഒരു പോക്ക്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ആരാ ഉള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ. ഞങ്ങൾക്ക് ഒരു ട്രിപ്പ് ഫീല് കംപ്ലീറ്റ് ആകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ട് കൂട്ടരും ഒന്നിച്ച് പോയാൽ അത് കിട്ടുകയുള്ളൂ. പക്ഷേ മിക്ക ട്രിപ്പുകൾക്കും ഞങ്ങൾക്ക് ഒന്നിച്ച് പോകാൻ സാധിക്കാറില്ല. നമ്മുടെ സിറ്റുവേഷൻസ് പലതും അഡ്ജസ്റ്റബിളായി വന്നാലല്ലേ ഒന്നിച്ച് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും അത് സാധിക്കാറില്ല. എന്നാലും കിട്ടുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഒന്നിച്ച് പോകാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു പോക്കാണ് ഇതും കേട്ടോ. നമ്മൾ വന്ന വഴിക്ക് വിലക്കുറവിൽ നല്ല പച്ചക്കറി കണ്ടപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്താൽ കേട്ടോ. കുറച്ച് പച്ചക്കറിയും അതുപോലെ വണ്ടിയിൽ നിന്ന് കഴിക്കാണ്ട് ഓറഞ്ചും ഒക്കെ വാങ്ങിച്ചു. ഇവിടുന്ന് പണ്ട് ഞങ്ങൾ കഴിക്കാൻ ഇത് കറി മേടിച്ചിട്ട് മാറിപ്പോയിടാം. ഇതാണ് പെരിങ്ങാശ്ശേരി. ഈ പെരിങ്ങാശ്ശേരി പലർക്കും മറക്കാൻ പറ്റാത്തൊരു സ്ഥലം കൂടിയാണ്. കാരണം കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ക്യാമറാമാൻ ആയിരുന്ന വിക്ടർ മരണമടഞ്ഞത് ഇവിടുത്തെ ഉരുൾപൊട്ടലിലായിരുന്നു. ജസ്റ്റ് നമ്മൾ പോകുന്ന വഴിക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പം പിള്ളേരെയായിട്ടൊന്ന് ഇറങ്ങിയേക്കാമെന്ന് വെച്ചു. അധികം വലിയ വെള്ളമൊന്നുമില്ല, സേഫായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇറങ്ങിയത് കേട്ടോ. ഇവിടെ വീടൊന്നുമില്ല. ഇടുക്കി കോളിനകത്ത് ഒരു ബസ്സിലുള്ള ഒരു പാട്ടസിൽ ഈ വഴി ഇങ്ങനെ വന്നിട്ട് ഈ വഴി രണ്ട് പ്രാവശ്യം. അങ്ങനെ പെരിങ്ങാശ്ശേരി വാട്ടർഫോളൊക്കെ കണ്ടിങ്ങി വന്നു കഴിയുമ്പോൾ ഇതാണ് ഉപ്പുകുന്ന് വ്യൂ പോയിന്റ്. നല്ല അടിപൊളി വ്യൂ കിട്ടുന്നൊരു സ്പോട്ടാണ് കേട്ടോ. നല്ല തണുപ്പും കാറ്റും. സോ നമ്മൾ ഇവിടെ നിന്നാണ് ഇന്ന് ഫുഡ് കഴിക്കാൻ പോണേ. അപ്പോൾ ഫുഡൊക്കെ നമ്മൾ പാഴ്സലാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. നല്ല ചൂടൻ കപ്പ വേവിച്ചതും ബീഫ് കറിയും കൂടെ ഈ തണുപ്പത്ത് നിന്ന് കഴിച്ചാൽ ഒരു അടിപൊളി ഫീലാണ്. അപ്പോൾ നമുക്കത് കഴിച്ചിട്ട് ബാക്കി യാത്ര തുടരാം. വണ്ടി സൂപ്പർ വണ്ടി ആ സ്ഥലമാണ് കുളമാവിലെ ആനച്ചാട്ടം പറയാൻ വഴി ഈ വഴിയാണ്. ഫോറസ്റ്റ് വശ്യപ്രദേശം, വൃഷ്ടിപ്രദേശം. നമ്മളിങ്ങനെയാണ് അതന്നെ അങ്ങനെ വന്ന് കറങ്ങിട്ടിരിക്കുക. അവളോട് ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി. അപ്പോൾ ഇനി നമ്മൾ നേരെ ചെല്ലുന്നത് നാടുകാണിയിലേക്കാണ്. അപ്പം തൊടുപുഴ കട്ടപ്പന റൂട്ടിലാണ് ഈ നാടുകാണി വ്യൂ പോയിന്റ് ഉള്ളത്. തൊടുപുഴയിൽ നിന്ന് ഏകദേശം 32 കിലോമീറ്ററാണ് നാടുകാണിയിലേക്കുള്ള ദൂരം. ഞാൻ പറഞ്ഞില്ലേ മൂലമറ്റം പവർ ഹൗസ് എന്ന് പറഞ്ഞില്ലേ, നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്നല്ലേ ഇത് കണ്ടത്. നമ്മുടെ മൂലമറ്റം പവർ ഹൗസ് ആണ് ആ കാണുന്നത് കേട്ടോ. കാര്യം നല്ല ഒരു വ്യൂ കിട്ടുന്ന സ്പോട്ടൊക്കെ ഇത്, പക്ഷെ മെയിൻറ്റെയിൻഡ് അല്ല.
ഇതെല്ലാം പോയി കിടക്കുമല്ലേ? 25 രൂപ എന്നത്തിനല്ലേ? അതെ, പിള്ളേർക്ക് 15 നാട് കാണാം. അതിന് 25 രൂപയ്ക്ക് കാണാൻ മാത്രമൊന്നുമില്ല. 15 രൂപയ്ക്ക് പിള്ളേർക്ക് കയറാനുള്ള കൂടി കിടക്കുന്നില്ല. അത് 15 രൂപ. അപ്പോൾ നാട് കാണി നമ്മളെ നേരെ വിടുന്നത് വാഗമൺ റൂട്ടിലേക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനിടയിൽ പല വിറ്റും നടക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ വണ്ടിയിൽ സോങ്സ് പ്ലേ ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് കോപ്പിറൈറ്റ് കിട്ടാൻ വഴിയുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ഫുള്ളായിട്ട് കേൾപ്പിക്കാൻ പറ്റുന്നില്ല. ശരിക്കും കോമഡി ആയിരുന്നു. പിള്ളേരും ഞങ്ങളും എല്ലാവരും കൂടെ ചേർന്ന് കഴിഞ്ഞപ്പം അടിപൊളിയായിരുന്നു. പിന്നെ പെട്ടെന്നാണ് മഴയും മഞ്ഞും എല്ലാം കയറി ഫുൾ ഇരുട്ടായത്. അതുകൊണ്ട് തന്നെ പിന്നെയുള്ള ഒന്നും ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ജസ്റ്റ് ഞങ്ങൾ വാഗമണ്ണ് പോയിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ വെറും കോമഡിയാണ് കേട്ടോ. കാരണം ഒരു ചായക്കടയിൽ പോയി ചായ കുടിച്ചു, ചെറിയ കടികൾ, പരിപ്പുവട, ബജ്ജി അങ്ങനെയുള്ളതെല്ലാം കഴിച്ചു. പിള്ളേർക്ക് കുറച്ച് മുട്ടായി വാങ്ങിച്ചു. ഇതൊക്കെയാണ് ഞങ്ങൾ ശരിക്കും അവിടെ പോയി ചെയ്തത്. എന്ന് പറഞ്ഞാലും നല്ല അടിപൊളി ട്രിപ്പെന്ന് പറഞ്ഞാൽ അടിപൊളി ട്രിപ്പായിരുന്നു. ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തു. കൂടുതൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിലും നന്നായിട്ട് ഫീൽ ചെയ്തു പോയ ഒരു ട്രിപ്പായിരുന്നു ഈ വാഗമൺ ട്രിപ്പ്. അപ്പോൾ അങ്ങനെ പോയപ്പോഴാണ് ഒരു ചെറിയ തേയിലത്തോട്ടം കണ്ടത്. ജസ്റ്റ് ഒന്ന് ഇറങ്ങിയേക്കാന്ന് വെച്ചു. നല്ല കോടയൊക്കെ കയറി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ കാണുന്ന ഓടിട്ട ഇത് കണ്ടല്ലോ, അത് ഈ എസ്റ്റേറ്റിലേ ആണ്. അപ്പോൾ ഈ മഴ, മഞ്ഞ്, തേയിലത്തോട്ടം കോമ്പിനേഷനൊക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തത്. അപ്പോഴാണ് നല്ല പഴുത്ത പേരയ്ക്ക ഞങ്ങളുടെ കണ്ണിപ്പെട്ടത് ഗൈസ്. പിന്നെ വിടുവോ, കയ്യാലയൊക്കെ ചവിട്ടി കയറി അവനെ പറിച്ചങ്ങ് ശാപ്പിട്ടു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ അധികം കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലെന്നറിയാം. എങ്കിലും ഞങ്ങളുടെ ഒരു ഹാപ്പിനെസ്സാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ എപ്പോഴും പറയാറുള്ള കാര്യം ഇടയ്ക്കൊന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഇസ് മീനു സൈനിങ് ഓഫ്. ബൈ.